ഏകദേശം രാത്രി 8:30 ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തിയത്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോയി. 6 മുറികളിലായിട്ടാണ് താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. വളരെ ഭംഗിയുള്ളതും ആർഭാടപരവുമായ റൂമായിരുന്നു വിത്ത് AC. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് ഏകദേശം 11 മണിയോടുകൂടി ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. രാവിലെ 5:30 സൂര്യോദയം കാണാൻ പോകാം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് റെഡിയായി ഞങ്ങൾ സൂര്യോദയത്തിനായി കടൽ തീരത്തേക്ക് ട്രാവലറിൽ പോയി. അവിടെ എത്തുമ്പോഴേക്കും നിറയെ ജനങ്ങൾ സൂര്യോദയം കാണാൻ എത്തിയിരിക്കുന്നു. പല ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ. ആ സമയത്ത് അവിടെ ശംഖ്, മുത്ത്, മാലകളും ഒക്കെ സെയിൽ ചെയ്യാനായി ആൾക്കാർ എത്തിയിരുന്നു. അവിടെ ഞങ്ങളെത്തുമ്പോൾ ആകാശത്ത് ചെറിയൊരു സൂര്യപ്രകാശത്തിൻ്റെ പ്രഭ കണ്ടു. അവിടെയാണ് സൂര്യൻ ഉദിക്കുക എന്ന് കരുതി ഞങ്ങൾ ആ വശത്തേക്ക് നോക്കിയിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗമൊന്നും കാണുന്നില്ല, അവിടെ ഒന്നും ഇല്ല. പിന്നെയാണ് വിവേകാനന്ദ പാറയൊക്കെയുള്ള ആ സൈഡിൽ നിന്നും ചെറുതായിട്ട് പ്രകാശം തെളിഞ്ഞു വരുന്നു. സൂര്യൻ തേരിലേറി വരുന്നത് പോലെ കാണപ്പെടുന്നു. മേഘങ്ങൾക്കിടയിലൂടെയുള്ള സൂര്യൻ്റെ യാത്ര പോലെയാണ് തോന്നിയത്. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നാണ് സൂര്യൻ ഉദിക്കുക എന്ന് കരുതി അങ്ങോട്ടൊക്കെ നോക്കി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ അതും കാണുവാനില്ല. വീണ്ടും ആദ്യം നമ്മൾ കണ്ടിരുന്ന അവിടെ തന്നെ സൂര്യപ്രകാശം തെളിഞ്ഞു വരുന്നതായി കണ്ടു. ഏകദേശം 6:45 ആയതിനു ശേഷമാണ് അവിടെ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു രംഗം കണ്ടത്. സൂര്യൻ ഉദിക്കും മുമ്പേ ഉണരണം എന്നൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾ ആ ഒരു ഇതിലാണ് ഉണർന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് സൂര്യൻ ഉദിക്കുന്നത് 6:45 കഴിഞ്ഞാണ്. അങ്ങനെ അവിടെയുള്ള സൂര്യോദയവും കണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ താമസ സ്ഥലത്തെത്തി. വിവേകാനന്ദ പാറ കാണുക എന്നതായിരുന്നു അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ എത്തുമ്പോഴേക്കും വളരെ നീണ്ട ക്യൂ. എങ്ങനെയാണ് ഇതിനുള്ളിൽ കയറി പറ്റുക? കുറേ സമയം ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം ക്യൂ നിന്നിട്ടുണ്ടായിരിക്കാം. പിന്നെയാണ് ബോട്ട് വന്ന്, ബോട്ടിൽ ഒരു ട്രിപ്പിൽ 60 പേരെ മാത്രമേ കയറ്റുന്നുള്ളൂ. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളും ബോട്ടിൽ കയറി വിവേകാനന്ദ പാറയിലെത്തി. അവിടെ എത്തുമ്പോഴേക്കും ചുട്ടുപൊള്ളുന്ന ചൂട്. സൂര്യൻ മുകളിൽ നിന്നും കത്തിജ്വലിക്കുന്നു. താഴെ കാൽപാദം നിലത്ത് വെച്ചാൽ പൊള്ളുന്ന അവസ്ഥ. എന്തു ചെയ്യും എന്നറിയാതെ ഞങ്ങൾ എല്ലാവരും പോകുന്നതുപോലെ യാത്ര ആരംഭിച്ചു. അതിൻ്റെ മുകളിലായി വൈറ്റ് പോർഷനിൽ നടന്നു പോകാനായി നടപ്പാത പോലെ ഒരുക്കിയിരുന്നു. ആ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ചൂട് വളരെ കുറവായിരുന്നു. അങ്ങനെ വിവേകാനന്ദ സമാധി സ്ഥലമൊക്കെ ഞങ്ങൾ കണ്ട് തിരിച്ച് തിരുവള്ളുവർ പ്രതിമയും കണ്ട് വന്നു. അപ്പോൾ വിവേകാനന്ദൻ്റെ സ്ഥലത്ത് നിന്നും മറ്റേ പ്രതിമയുടെ ദൂരത്തേക്ക് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഉണ്ടായിരുന്നത്. ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ അടുത്ത എതിർവശത്തേക്ക് ഞങ്ങൾ നടന്നു നീങ്ങി. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ
താഴെ കടൽ ഇരുമ്പുന്ന ശബ്ദം, പാറക്കെട്ടുകൾ, ഇതൊക്കെ കാണാം. കുറച്ചു നേരം അത് നോക്കുമ്പോഴേക്ക് തലയെന്തോ കറങ്ങുന്നത് പോലെ തോന്നുന്നു. പിന്നെ ഞാൻ നോക്കിയില്ല. കുറച്ച് നടന്ന് ഒന്ന് നോക്കി, ഇതൊക്കെ കണ്ടു. അത് പിന്നെ നേരെ നോക്കി അങ്ങോട്ട് നടന്നു. അങ്ങനെ പ്രതിമയും കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാനുള്ള ക്യൂവിലേക്ക് വന്നു. ക്യൂവിൽ നല്ല തിരക്കായിരുന്നു. അവിടെയും കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബോട്ടിനായി. അവസാനം ബോട്ടിൽ കയറി ഞങ്ങൾ എതിർവശത്തേക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം ആ ടൈം ആകുമ്പോഴേക്കും 2 മണിയോളം, ഉച്ചയ്ക്കൊരു 1:30-2 മണി ടൈമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് പർച്ചേസിങ്ങിന് പോകാം. അതിനു മുമ്പേ കോവളം ബീച്ച് കാണണം എന്ന ഒരു ഇതുകൂടി ഞങ്ങളുടെ പാക്കേജിലുണ്ടായിരുന്നു. കോവളത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. അവിടെയാണെങ്കിൽ ആ ബീച്ചിൽ ഒന്നും പ്രത്യേകിച്ച് കാണാനുണ്ടായിരുന്നില്ല. എന്നാലും ഒന്ന് അവിടെ പോയി ഒരു ഫോട്ടോ പോസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും റിട്ടേൺ ചെയ്തു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒരു പർച്ചേസിങ്ങിന് പോകാമെന്ന് പറയുന്ന രാമചന്ദ്ര എന്ന ഷോപ്പിംഗ് മാളിൽ കയറി. എല്ലാവരും ഓരോ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഏകദേശം 1.5 മണിക്കൂർ 3/4 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. 7:25 ഞങ്ങളുടെ ട്രെയിൻ. അപ്പോഴേക്കും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനടുത്താണ് ഈ മാളുള്ളത്. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ എത്തി. വണ്ടി എവിടെ റെഡിയായിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റും സീറ്റൊക്കെ നോക്കി ട്രെയിനിൽ കയറി. കൃത്യം 7:30 തന്നെ ട്രെയിൻ അവിടെ നിന്നും പുറപ്പെട്ടിരുന്നു. ആദ്യമായിട്ടാണ് ഒരു AC കമ്പാർട്ട്മെൻറ്റിൽ കയറി യാത്ര ചെയ്യുന്നത്. യാത്ര എന്തായിരിക്കുമെന്നുള്ളൊരു ഭയമുണ്ടായിരുന്നെങ്കിലും കൂടെ ഉള്ളവരൊക്കെ കുറേ പേരൊക്കെ ഒന്നിച്ചായതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമമൊന്നും അനുഭവപ്പെട്ടില്ല. മിഡിൽ ബെർത്തും അപ്പർ ബെർത്തുമാണ് ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ മിഡിൽ ബെർത്തിൽ കയറുക എന്നുള്ളത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ കൂടെയുള്ളവർ സപ്പോർട്ട് ചെയ്ത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പറഞ്ഞു തന്ന് റെഡിയാക്കി അവിടെ ഉറങ്ങി. ചെറിയ ചില വിഷമങ്ങൾ തോന്നിയെങ്കിലും അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. കിടന്ന സ്ഥലത്ത് നിന്നും ഒന്ന് മാറി നിൽക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ചില അസ്വസ്ഥതകളൊക്കെ തോന്നിയെങ്കിലും ഏകദേശം 5:45 ആകുമ്പോഴേക്കും ഞങ്ങൾ കണ്ണൂരിൽ എത്തി. കണ്ണൂരിലെത്തുമ്പോഴേക്കും ഞങ്ങളെ പിക്ക് ചെയ്യാനായി ട്രാവലർ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ട്രാവലർ കയറി ഏകദേശം 6:45 ആകുമ്പോഴേക്കും തളിപ്പറമ്പ് ടൗണിലെത്തി. ഞങ്ങളുടെ വീടുകളിലേക്കായി ഓരോരുത്തരായി പിരിഞ്ഞു. ഇതായിരുന്നു ഞങ്ങളുടെ യാത്ര.